ട്രെയിനിലല്ല പോണത്, തിരിച്ച് ഫ്ലൈറ്റിലാണ് ഗൈസ് പോണത്. ഞങ്ങളിവിടെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിരിക്കാണ്. ബാഗ് ഒന്നും കൂടി ചെക്ക് ചെയ്യണം പറഞ്ഞു. നമ്മുടെ ബാഗില് 2 ഇഡലിക്കും 1 വടക്കും കൂടെ 560 രൂപ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പൊ ഞങ്ങൾ തിരിച്ച് ഇന്ന് നാട്ടിലേക്ക് പോവാണ്. ഇപ്പൊ വെളുപ്പിന് കേട്ടോ, സമയം 2 മണി ആയിട്ടുണ്ട് വെളുപ്പിന്. അപ്പം ഞങ്ങൾ ട്രെയിനിലല്ല പോണത്, തിരിച്ച് ഫ്ലൈറ്റിലാണ് ഗൈസ് പോണത്. ഫ്ലൈറ്റ് 5 മണിക്കാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഡൽഹി എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ ഡൽഹി എയർപോർട്ടിൽ വരുന്നത്. ഫ്രണ്ട്സ്, അനിയച്ചനാണ് ഞങ്ങളെ കൊണ്ടാക്കാൻ വന്നത്. അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് 29 കിലോമീറ്റർ 28 കിലോമീറ്റർ ഒക്കെയാണ്. നമുക്ക് ഫ്ലൈറ്റിന് വരാൻ തീരെ താല്പര്യമില്ല, പോകാനാണ് ഫ്രണ്ട്സ് ഇഷ്ടം. ദേവുവിന്റെ ആഗ്രഹങ്ങളിലൊന്നാണ്. ഒന്ന് എന്താ ദേവു എന്താവണമെന്നാണ്? പൈലറ്റ്. രണ്ടാമത് പൈലറ്റ് ആവാൻ പറ്റിയില്ലെങ്കിൽ ക്യാബിൻ ക്രൂ. അതാ ഫ്രണ്ട്സ്, നമ്മുടെ ബാഗ് പോകുന്നു. ബാഗേജ് ചെക്കിങ് കഴിഞ്ഞു. ഇനി നമുക്ക് അകത്ത് സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ബോർഡിംഗ് പാസ് കയ്യിൽപ്പെട്ടിരിക്കുന്നു. അതോട്ട് കയറാം. അവിടെ ലാസ്റ്റ് അവിടെ ട്രെയിനിലാണെങ്കിൽ ട്രെയിനിൽ പോകണം ചാടി കയറിയോ. ഫ്രണ്ട്സ്, ഇപ്പൊ ഒരു മാളിലോട്ട് കയറിയ ഫീല്. എന്താ വെച്ചാൽ ഫുള്ള് ബാഗൊക്കെ ചെക്ക് ചെയ്തു കേട്ടോ. ബാഗൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെയാണ്. നമുക്ക് 5 മണിക്കോ 5 മണിക്കാ തോന്നുന്നു ഫ്ലൈറ്റ്. അപ്പൊ ഇപ്പൊ 3:30 ആയിട്ടുള്ള സമയം. 3:30 ആയിട്ടുള്ള സമയം. ശരിക്കും ഇതൊരു എയർപോർട്ടാന്ന് തോന്നുന്നു. ഇല്ലടി, ഇതൊരു എയർപോർട്ടാന്ന് തോന്നേ ഇല്ല കണ്ടിട്ട്. നോക്കിക്കേ, ഫ്ലൈറ്റ് പറക്കുമ്പോൾ ഒരു നല്ല ചെവിയടക്കലുണ്ട്. അത് ഫ്ലൈറ്റിൽ പോയവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എനിക്കാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് പോയപ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ പിടിച്ചിരുന്നതാ. ചേച്ചി ശ്രദ്ധിക്കാൻ പറ്റില്ല. എനിക്ക് വിൻഡോ സീറ്റാണ്. ഇവര് ക്യാബിൻ ക്രൂവിന്റെ ഡ്രസ്സ് അറിയണുണ്ടല്ലോ, പകുതി സാരി പിന്നെ പാന്റാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ്. ഫ്രണ്ട്സ്, ഇവിടെ ചിൽഡ്രൻസിന് കളിക്കാൻ പോയി ചെറിയൊരു പാർക്ക് സെറ്റപ്പ് ഉണ്ട്. നമ്മളെ കണ്ടപ്പോൾ ബാഗൊക്കെ ഒന്ന് ഓടിയതാ. ഫ്രണ്ട്സ്, ഇനി ഫ്ലൈറ്റ് വരാൻ 1 മണിക്കൂറുണ്ട്. ഫ്ലൈറ്റ് വരാനാണോ നമ്മൾ അങ്ങോട്ട് പോകാനാണോ എന്നറിയില്ല. എയർപോർട്ടൊന്ന് ചുറ്റിക്കാണുന്നതാണല്ലോ, നമ്മൾ ഇവിടെ വന്നത് മുതലാക്കണമല്ലോ. അതുകൊണ്ട് നമുക്ക് വെറുതെ എങ്ങോട്ടേലും പോവാം. ഫ്രണ്ട്സ്, ഞാൻ ഈ റോൾ ബോൾ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് വിശക്കുമ്പോൾ തിന്നാണ്. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ ടൈമായി. അപ്പം നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. എല്ലാവരും പോയി, നമ്മൾ മാത്രം. Passengers on Air India Express, please have your own boarding card and open passport ready for inspection. On behalf of Air India Express, ഫ്ലൈറ്റിൽ കയറാനുള്ള വരിയാണ്. passengers ഫ്ലൈറ്റിൽ കയറാൻ പോകും.
ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പം ഈ ഫ്ലൈറ്റ് മോഡിലായിരിക്കും കുറച്ച് നേരം. ഞങ്ങളിവിടെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിരിക്കുകയാണ്. സമയം 7:50. അപ്പം ലാൻഡ് ചെയ്യാനായിട്ടുണ്ട്. പൈലറ്റ് വിളിച്ച് പറഞ്ഞു. ഫ്രണ്ട്സ്, ഞങ്ങൾ കറക്റ്റ് അവർ പറഞ്ഞ സമയത്ത് തന്നെ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് 1 o'clock അടുത്ത നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ്. ഈ എയർ ഹോസ്റ്റേഴ്സിന് എന്നും ഈ ഒരു ദിവസം തന്നെ എത്ര ആൾക്കാരോട് ഈ താങ്ക് യു വെൽക്കം പറയണം. അതൊക്കെ ഓരോരുത്തരോടും ഒരു അത്രയും പ്ലഷറായിട്ട് അവർ പറയണത്. ബാഗ് ഒന്നും കൂടി ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. എന്താണോ നമ്മുടെ ബാഗില് മേക്കപ്പ് ബോക്സിൽ ഒരു 2 നെയിൽ കട്ടർ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ അവര് പറഞ്ഞു ഒന്നില് കത്തില്ല ടൈപ്പ് അത് അലൗഡല്ല. അപ്പൊ അവര് ചെറുതറിഞ്ഞിട്ട് കത്തില്ലാത്തത് അത് ഞങ്ങൾക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഈ ലോഞ്ചിക്ക് കയറാൻ പോവാണ്. ആദ്യമായിട്ടാണ് ഇപ്പം ഞങ്ങൾ ലോഞ്ചിക്ക് അങ്ങനെ സംബോധന കേൾക്കണത് ആദ്യമായിട്ടാണ്. എല്ലാം ഉണ്ട്. പക്ഷെ ഉണ്ടല്ലോ, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ, 2 ഇഡലിക്കും 1 വടയ്ക്കും കൂടെ 500 രൂപ. ഒരു പ്ലെയിൻ ദോശയ്ക്ക് 560 രൂപ. ഇത് എയർപോർട്ടിനകത്തല്ലേ, അപ്പം നല്ല റേറ്റ് വരും. പക്ഷെ ഇവിടെ ആയിരുന്നെങ്കിൽ റേറ്റ് 2 രൂപയ്ക്ക് കിട്ടുമായിരുന്നു. ഫ്രണ്ട്സ്, നമുക്ക് ഫ്ലൈറ്റിന് ഒത്തിരി സമയമുണ്ട്. അപ്പം നമ്മളിവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. 1 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ എല്ലാവരും വളരെ ക്ഷീണിതരാണല്ലേ. 2 മണിക്ക് രാവിലെ 2 മണിക്ക് വന്നതുകൊണ്ടേ ചെറുതായിട്ട് ഉറക്കവും വരുന്നുണ്ട്, ഒരു എന്തോ പോലെ. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഞാൻ വിചാരിച്ചത് രാവിലത്തെ അതേ ഫുഡ് തന്നെ ആയിരിക്കും ഉച്ചയ്ക്ക് ഉണ്ടാവുക. പക്ഷെ അല്ല ഗൈസ്, ഹൈദരാബാദി ബിരിയാണിയും പിന്നെ ചിക്കൻ കബാബും ഉണ്ട്. ഇതൊക്കെ എന്താണോ കണ്ടില്ലല്ലോ, പനീറോ. ഫ്രണ്ട്സ്, ഇവിടെ ബോർഡിങ് തുടങ്ങിയിട്ടുണ്ട് കാലിക്കറ്റിലേക്കുള്ളത് ഫ്ലൈറ്റിൻ്റെ. അപ്പോൾ നമ്മൾ ഇപ്പോഴും ഫുഡ് ഇവിടെയാണ്, ലോഞ്ചിലാണ്. അപ്പോൾ ദിയമോള് വാഷ്റൂമിൽ പോയതാട്ടോ. ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടുള്ളൂ. ജസ്റ്റ് ലഞ്ച് കാര്യം ലാഭത്തിനകത്തുണ്ട്. വണ്ടി ലാസ്റ്റ് നമ്മള് ഗേറ്റ് മാറിപ്പോയി. എന്നിട്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു ഫ്ലൈറ്റ്. ബാക്കി എല്ലാരും കയറി. അതേപോലെ തന്നെയാണ്. ഇത്രയും 3 മണിക്കൂർ ഇവിടെ ഉണ്ടായിട്ട് ആണോ? ഇനി നമ്മൾ കോഴിക്കോട് അല്ലെ, 1.5 മണിക്കൂറുള്ളൂ കോഴിക്കോട്. ഇവിടെ 1:05 പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നപ്പോ ശരിക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല.
കോക്പിറ്റ് എന്നല്ല പറയാ. കൂളിംഗ് ഗ്ലാസ് കാണോ മുന്നിക്ക്? പിന്നെ കൂളിംഗ് ഗ്ലാസ് വെച്ചാലേ കാണുള്ളൂ. വെയിലല്ലേ. ദേവുവിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ആ സീറ്റിൽ ഇരിക്കണം എന്നുള്ളത് അല്ലേ? ഫ്രണ്ട്സ്, അപ്പം ഞാൻ സീറ്റിലിരുന്നു. എൻ്റെ ഓൾവേസ് വിൻഡോ സീറ്റാണ്. ഞാൻ പറഞ്ഞ് ബുക്ക് ചെയ്യിപ്പിച്ചാണ് ഫ്രണ്ട്സ് വിൻഡോ സീറ്റ്. അപ്പം എൻ്റെ ഇപ്പുറത്തൊരു നേപ്പാളി ചേച്ചിയാണ് ഇരിക്കണമെന്ന് തോന്നുന്നു. ഞാൻ പപ്പനോട് ചോദിച്ചു നിങ്ങളെവിടെ നിന്നാന്ന് ചോദിച്ചു. എന്നെ ചേച്ചീനെ നോക്കിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു വി ഫ്രം നേപ്പാൾ എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ചേച്ചി നോക്കിയിട്ട് ഇവിടെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട. ഫ്രണ്ട്സ്, ഒരു മലയാളി പൈലറ്റ്. ഫ്രണ്ട്സ്, അവിടെ ഒരു പൈലറ്റിന് ഞാനും വിചാരിച്ചു ആ ചേച്ചി എന്തെങ്കിലും കയറി വരാത്തുന്നത് പൈലറ്റ് ആയിരുന്നു. Placed in the seat pocket in front of you. We strongly suggest you read it before takeoff. ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ ഫ്ലൈറ്റ് കയറിയപ്പോൾ മുതൽ ഫുള്ള് മോള് മൊത്തം എന്താണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം കോഴിക്കോട്ടിൽ എത്തിയിരിക്കുന്നു. അതെ 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 നമ്മൾ ആദ്യമായിട്ടോ. അതെ, പപ്പ ഇറങ്ങിയിട്ടുണ്ട് കുറേ പ്രാവശ്യം. നമ്മൾ ആദ്യമായിട്ടാണ് കോഴിക്കോട്. ഇത്ര പെട്ടെന്ന് പുറത്തിറങ്ങിയോ? പുറത്തേക്ക് നോക്കണ്ട. അപ്പൊ തന്നെ ഫ്രണ്ട്സ്, ഞങ്ങൾ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അർജുമാമൻ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വരും. വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടോന്ന് അറിയില്ല. കാരണം എന്താ വെച്ചാൽ നേരത്തെ വന്നിട്ട് ഞങ്ങളെ കാത്തോടെ നിൽക്കാൻ പറയുന്നത്. കാരണം നമ്മൾ പറഞ്ഞ സമയം 2:30 ആയിരുന്നു. 2:30 മുന്നേ നമ്മൾ എത്തിയില്ലേ? വന്നോ? ദാ നമ്മുടെ ബാഗ് ഇതാ അതന്നെയാണ്. അയ്യോ, പുതിയ ബാഗ് ഏതാണ്? 37-15 കറക്റ്റാ ആണോ? ട്രാൻസ്പോർട്ട് മിനിസ്റ്ററാണ് പോകുന്നത്. റിയാസ് പ്രതീക്ഷിച്ചായിട്ട് കണ്ടോ? അപ്പൊ അങ്ങനെ എനിക്ക് ഒറ്റ മനസ്സിലായി. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ ഒരു മാസത്തെ ട്രിപ്പുകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്, കോഴിക്കോട്. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് ദേവു ചെല്ലുന്നു, ബുക്കെടുക്കുന്നു, പഠിക്കാൻ തുടങ്ങുന്നു. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. അയ്യോ, മരം വീണ് കിടക്കും. ഇവിടെ പുറകിലെല്ലാവരും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. മിക്കിനെ കാണാനല്ല. ആരപ്പത് ആരാ? അങ്ങോട്ട് വാ. ആരാണ് വരുന്നത്? ആരാ കാറിന്ന് ഇറങ്ങുന്നത്? ആരാ കാറിന്ന് ഇറങ്ങുന്നത്? മോളെവിടെ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുന്നു. ഉറങ്ങിയെത്തിയില്ലേ? ഞാൻ നല്ലോണം ഉറങ്ങി. ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ ഉറങ്ങാൻ പോകുന്നേ ഉള്ളൂ. നേരെ പോയി ഞാൻ നോക്കിയപ്പോ ഉറങ്ങിയായിരുന്നല്ലോ. ഉറക്കണം മുറുകിയിട്ടില്ല, ശരിക്കും കിടക്കാൻ പറ്റുന്നില്ല. ഇതാരാ? വാവയാണോ? വാര്യമ്പള്ളിയിലെ മീനാക്ഷിയാണോ ഇത്? വാവ മഴയത്തെ കൂടെ ഓടി കളിച്ച രസമുണ്ട്. വാവേന്റെ കളറും ദേവുവിന്റെ ഉടുപ്പിന്റെ കളറും ഒന്നായിട്ടുണ്ട്. ഇവിടെ കണ്ടോ? വാവ ഇവിടെ ഉഴുതു മറിച്ചിട്ടുണ്ട്. കൃഷി ഇറക്കാണ് പരിപാടി എന്നാണ് വാവ. ഞങ്ങള് എത്രയോ സ്ഥലത്ത് പോയി, പക്ഷെ
ഇവിടെ പോയപ്പോ ഞങ്ങക്ക് നിക്കിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ ഒച്ച? നോക്കിക്ക് ആ ചെടിയൊക്കെ മറിച്ചിട്ടുണ്ടല്ലോ വാവാ. എവിടെ അതാ നിക്കി വാവതാക്കണ ദിയമോളെടുത്ത് എന്തൊക്കെയാ ചോദിക്കുന്നുണ്ട്. ദിയമോളത് ഉറക്കം തൂങ്ങുകയാണ്. ഫ്രണ്ട്സ്, ഞാൻ പുറകുവശത്തോട്ടൊന്ന് പോയതാണ് കേട്ടോ. അപ്പം നമ്മുടെ മൾബറിയിലുണ്ടായ മൾബറിക്കായാണ് ഇനിയുണ്ട് പറിക്കാൻ. എൻ്റെ കയ്യിൽ ഒതുങ്ങാഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും പറിച്ചോണ്ട് വന്നത്. ഇനി ഒത്തിരി ഉണ്ട് പറിക്കാൻ. വയലറ്റ് കളർ ഞാൻ കുറേ തിന്നു. കയ്യിലൊതുങ്ങണ്ടേ? ഞാൻ പാത്രമൊന്നും കൊണ്ടുപോയില്ലേ. മോളെ മൾബറി കാര്യം കൊണ്ടുപോയായിരുന്നു. എനിക്ക് മോള് തിന്നിട്ടുണ്ടാവും, കാരണം നിലത്ത് മുട്ടി കിടക്കുന്നത്. ഫ്രണ്ട്സ്, വന്നപ്പോ കേറി കിടന്നതാണ് സോഫയില്. ഇപ്പോഴാണ് ഞാൻ എണീക്കണത്. നിക്കിക്ക് ചോറൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോവാണ്. ഫ്രണ്ട്സ്, ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വന്നു. ഞങ്ങൾ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴയ ദേവ് ഉണങ്ങൂ അത് കഴിച്ചു. അതിനൊക്കെയുള്ള ക്ഷമൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ് ദേവന്റെ. അവിടെ ചെന്നിട്ട് മയോണൈസ് ഒക്കെ ഒരു സ്പൂണുള്ളൂ. ഇന്നലെ ബ്രോസ്റ്റ് ഓർഡർ ചെയ്തിട്ട് ഒരു സ്പൂൺ അതുണ്ടാവുള്ളൂ. എത്ര മനസ്സൊന്നും മനസ്സിൽ ഞാൻ പാടില്ല. അവിടുന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റിയ ഫ്രണ്ട്സ് ആ ഒരു ആക്രമണത്തിന് വേണ്ടി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാറായിരിക്കുന്നു. നമ്മൾ രാവിലെ തുടങ്ങിയതാണ്. വെളുപ്പിന് 2 മണിക്ക് തുടങ്ങിയതാണ്. മാത്രമല്ല, നമ്മൾ ഈ വെക്കേഷൻ, അതായത് എന്താ പറയാ, ഏപ്രിൽ സ്കൂള് പൂട്ടിയപ്പോൾ മുതൽ തുടങ്ങിയ ട്രിപ്പുകളും അല്ലേ. അപ്പം നമുക്ക് ദേവുവിന് ക്ലാസ് തുടങ്ങാറായി. അതെ, 10ാം ക്ലാസ് തുടങ്ങുകയാണ്. അതെ, നമ്മുടെ വീടും നമ്മുടെ നിക്കിയും നമ്മുടെ പരിസരവും നമ്മുടെ നാടും ഒക്കെ ആയിരിക്കും അപ്പൊ നമ്മുടെ ഇനിയുള്ള വീഡിയോസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അപ്പൊ ഇനി ഈ വീട്ടിൽ നമ്മൾ ഇനിയും വീഡിയോ വരുന്നതായിരിക്കും. ഇനി ഇവിടൊക്കെ തന്നെയുള്ള വീഡിയോ തന്നെ ആയിരിക്കും. ഫ്രണ്ട്സ് ട്രിപ്പിന്റെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ബൈ ബൈ.